അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും നികുതി കൊള്ളയ്ക്കുമെതിരെ KPCC ആഹ്വാനപ്രകാരം വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമെല്ലാം മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ധനകാര്യമന്ത്രി സാധാരണക്കാരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകാം. എന്നാൽ ഭൂനികുതി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തിക്കുവാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നതെന്നും ഇത് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സാമ്പത്തികമായി മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി ഈ വർഷത്തെ നമ്മുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ സാമ്പത്തിക നില മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ധനകാര്യമന്ത്രി സാധാരണക്കാരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഇന്ന് ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഇതുപോലെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും സുപ്രധാനമായ കാരണം തന്നെ ഭൂനികുതി 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകാറുണ്ട്. വല്ല 5%, 10% എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനൊരു മര്യാദയുണ്ട്. 50% വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള ക്ഷേമ കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ പോലും 1 രൂപ പോലും വർദ്ധിപ്പിക്കാത്ത ഒരു ബഡ്ജറ്റ്. എന്നിട്ട് പറയുകയാണ് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന്. ഒരു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നു, കടക്കാരൻ അവന്റെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കും. മറ്റെല്ലാ മേഖലകളിലും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ ഉണ്ടായത്. കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി PJ രാജു മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ 1000-ഓളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും 10,000 പങ്കെടുക്കുന്ന ഇതുപോലുള്ള ധർണകൾ നടക്കുകയാണ്. നേരത്തെ ഉദ്ഘാടകർ സൂചിപ്പിച്ചതുപോലെ ഇത് രാഷ്ട്രീയ സമരമല്ല, ഇത് കോൺഗ്രസുകാർക്ക് വേണ്ടിയുള്ളൊരു സമരമല്ല. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജനകീയമായ സമരമാണ് ഇന്ന് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ബജറ്റിനോടനുബന്ധിച്ച് 50% ഭൂനികുതി വർദ്ധിപ്പിച്ചത്. സ്വാഭാവികമായും ചെറിയ വർധനകളൊക്കെ നമ്മൾ സഹിച്ചവരാണ്, കണ്ടവരാണ്. പക്ഷേ 50% എന്ന് പറയുന്ന വലിയൊരു വർധനവുണ്ടാക്കി സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും നടുവടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള വലിയ ജനരോഷം ഇന്ന് നടക്കുകയാണ്. ഇതാദ്യത്തെ സംഭവമല്ല. വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, ബിൽഡിങ്ങിന്റെ ടാക്സ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, പെർമിറ്റ് കിട്ടാനുള്ള ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കൗൺസിലർ ബുഷറ റഷീദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ TV സണ്ണി, നാസർ മങ്കര, ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം, ഷാനവാസ് MH, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KK അബൂബക്കർ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MJ അഗസ്റ്റിൻ, INTUC മണ്ഡലം പ്രസിഡന്റ് KH സിദ്ദിഖ്, KSU ജില്ലാ സെക്രട്ടറി അഫ്ഷാൻ ഷെയ്ഖ്, സുബ്രഹ്മണ്യൻ,
MJ ജെയ്മോൻ, അനു സെബാസ്റ്റ്യൻ, കൊച്ചു ദേവസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റുമാരായ G. ഹരിദാസ്, വില്യംസ് NA, സണ്ണി പനങ്ങാട്ടുകര, ഷാജി അകമ്പാടം, ബാബു പുല്ലാനിക്കാട്, മെയ്സൺ, ടോമി പുല്ലാനിക്കാട്, ഇബ്രാഹിം NA, അയ്യപ്പൻ കോർമാത്ത് എന്നിവർ നേതൃത്വം നൽകി. VCV ന്യൂസ്, വടക്കാഞ്ചേരി.